ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മളൊരു ഫയർ എക്സ്പെരിമെൻറ്റുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ സാധാരണ തീയൊക്കെ ഓറഞ്ച് കളറായിരിക്കും, പിന്നെ നമ്മൾ ഗ്യാസ് സ്റ്റോവിൽ കത്തിക്കുന്നത് ഒരു നീല കളറായിരിക്കും. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായൊരു ഗ്രീൻ കളർ, പച്ച കളറിലെ തീ എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് നോക്കാനായിട്ട് ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോയിൽ വന്നിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ഒരു വീഡിയോയിലോട്ട് പോയാലോ. ആദ്യം നമുക്ക് ഇതുപോലെ മെറ്റലിൻ്റെ പാത്രമാണ് നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ടാണ് കത്തിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തായിട്ട് നമുക്ക് എല്ലാവരുടെയും കയ്യിലുണ്ടാകുന്ന ഒരു സംഭവമാണ് സാനിറ്റൈസർ. ഈ ഒരു സന്ദർഭത്തിൽ എല്ലാവരുടെയും കയ്യിലുണ്ടാകുന്ന സാധനം എന്ന് പറഞ്ഞാൽ സാനിറ്റൈസറാണ്. നിങ്ങളുടെ കയ്യിൽ സാനിറ്റൈസർ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കത്തുന്ന എന്തെങ്കിലും സ്പ്രേയോ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ എടുത്താൽ മതി. ഇനി അടുത്തായിട്ട് നമുക്ക് വേണ്ടത് ബോറിക് ആസിഡാണ്. ഇതിൻ്റെ ഈ ഒരു ബോക്സിൻ്റെ വില എന്ന് പറഞ്ഞാൽ 20 രൂപയാണ് MRP. ഇതിന് 15 രൂപ ആയിട്ടുള്ളൂ. എല്ലാ മെഡിക്കൽ ഷോപ്പിലും നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാനായിട്ട് കിട്ടും. പിന്നെ ഇത് കയ്യിലോ ഒന്നും ആയാലും അത്ര പ്രശ്നങ്ങളൊന്നുമില്ല, വായിലോട്ട് ആയാലാണ് പ്രശ്നമുള്ളൂ. അപ്പോൾ ഇതിന് ബോറിക് ആസിഡ് എല്ലാ മെഡിക്കൽ ഷോപ്പിലും ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കും. ഈ ഒരു സംഭവങ്ങളാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്കൊരു തീപ്പെട്ടി കൂടി വേണം കത്തിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഇനി ഒരു എക്സ്പെരിമെൻറ്റ് സ്റ്റാർട്ട് ചെയ്താലോ. ആദ്യം തന്നെ നമ്മൾ ഈ ഒരു മെറ്റലിൻ്റെ പാത്രം എടുത്തതിന് ശേഷം അതിൽ നമ്മൾ കുറച്ച് ബോറിക് ആസിഡ് ഇടണം. അപ്പോൾ നമ്മൾ ഇതുപോലെ പാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഇതുപോലൊരു കവറുണ്ട്. അതിന് കുറച്ചൊരു പൊടി രൂപത്തിലായിരിക്കും ഈ ഒരു സംഭവം ഉണ്ടാവുക. നമ്മൾ കുറച്ച് പൊടി ഈ ഒരു മെറ്റലിൻ്റെ പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുക. ഇത് കട്ട രൂപത്തിൽ ഉണ്ടാവും ചില സന്ദർഭങ്ങളിൽ. അപ്പോൾ കട്ടയുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പൊടിച്ചിട്ട് വേണം ഇടാനായിട്ട്. ഇത് പെട്ടെന്ന് കട്ടയാവുന്നൊരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ കട്ട ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് പൊടിച്ചു കൊടുക്കുക. അപ്പോൾ ഇതുപോലെ കുറച്ച് പൊടി നമ്മൾ എടുത്തിട്ടുണ്ട്, ബോറിക് ആസിഡിൻ്റെ പൊടി. ഇനി അതിലോട്ട് നമ്മൾ ഹാൻഡ് സാനിറ്റൈസർ ഇതുപോലെ അതിലോട്ട് കുറച്ച് ഇടണം. അതിന് മുമ്പായിട്ട് നമുക്ക് ഇതൊന്ന് പൊടിച്ചു കൊടുക്കണം. ഇതിൽ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് ഇതുപോലെ ഈർക്കിൽ ഉപയോഗിച്ച് ഒന്ന് പൊടിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് പൊടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് ഇതിലോട്ട് കുറച്ച് സാനിറ്റൈസർ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കണം. അധികമൊന്നും വേണ്ട, കുറച്ച് 2-3 തുള്ളി മാത്രം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇളക്കി മിക്സ് ആക്കിയതിന് ശേഷമാണ് നമുക്ക് ഇനി വേണ്ടതെന്ന് ഞാൻ പറയാം. നമ്മൾ കുറച്ച് ഇതുപോലെ 3-4 തുള്ളി നമ്മൾ സാനിറ്റൈസർ ഒഴിച്ചു. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഈ ഒരു ഈർക്കിൽ വെച്ചുകൊണ്ട് തന്നെ. നമ്മളെന്തിനാണ് ഈ മെറ്റലിൻ്റെ പാത്രം എടുത്തതെന്ന് വെച്ചാൽ നമ്മൾ കത്തിക്കുന്ന ടൈമിൽ പ്ലാസ്റ്റിക് ആണെങ്കിൽ ഉരുകി പോകും. അതുകൊണ്ടാണ് ഇതുപോലെ മെറ്റലിൻ്റെ പാത്രം. ഇതൊരു പെയിൻറ്റിൻ്റെ ഒരു പാത്രമാണ്, അതിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ മിക്സ് ചെയ്യുന്നത്. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി കുറച്ചും കൂടി സാനിറ്റൈസർ വേണം നമുക്കിത് പോരാ. അതുകൊണ്ട് കുറച്ചും കൂടി സാനിറ്റൈസർ 2-3 തുള്ളിയും കൂടി ഒറ്റിച്ചതിന് ശേഷം നന്നായിട്ട് ഒന്നുകൂടി ഇളക്കി കൊടുക്കുക. അപ്പം നമ്മൾ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഈ ഒരു പരുവാക്കി എടുത്തിട്ടുണ്ട്. ഇതിനേക്കാളും ലൂസായി കഴിഞ്ഞാൽ കുറച്ച് പ്രയാസമായിരിക്കും കത്താനായിട്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു രൂപത്തിലാക്കി എടുത്തതിന് ശേഷം നമ്മൾ തീപ്പെട്ടി ഉപയോഗിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് കത്തിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. പെട്ടെന്ന് കത്തുകയൊക്കെ ചെയ്യും ആ ഒരു സാനിറ്റൈസർ ഉണ്ടായതുകൊണ്ട് തന്നെ. ഇപ്പോൾ കത്തി ഫസ്റ്റ് ഒരു ഓറഞ്ച് കളർ തീ വന്നതിന് ശേഷം അപ്പോൾ തന്നെ ഗ്രീനായി വരുന്നുണ്ട്. ഇനി നമുക്ക് ഇപ്പോൾ ഈ വെളിച്ചം ഉണ്ടായതുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലാവാത്തത്. അപ്പോൾ നമുക്ക് റൂമിലോട്ട് കൊണ്ടുപോയതിന് ശേഷം ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ഒന്ന് കത്തിച്ച് നോക്കാം ഇതിൻ്റെ ശരിക്കുള്ള ഒരു കളർ അറിയാനായിട്ട്. അപ്പോൾ നമ്മൾ റൂമിലോട്ട് കൊണ്ടുപോകും. അപ്പോൾ നമ്മൾ റൂമിലോട്ട് വന്നിട്ടുണ്ട് ആ ഒരു പാത്രം കൊണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ കത്തിച്ച് കഴിയുമ്പോൾ തന്നെ നല്ല ഒരു ഗ്രീൻ കളർ വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇതിന് കറക്റ്റായിട്ടുള്ള ഒരു കളർ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ കണ്ടോ, ഒരു നീലയും അതുപോലെ തന്നെ പച്ചയും കൂടിയ ഒരു കളറാണ് നമുക്കിത് വരുന്നത്. ആ ഒരു ബോറിക് ആസിഡിൻ്റെ ഒരു കളറാണ് ആ ഒരു ഗ്രീൻ. ബോറിക് ആസിഡ് ഉള്ളത് കൊണ്ടാണ് ആ ഒരു ഗ്രീൻ വരുന്നത്. സാനിറ്റൈസർ കത്തിച്ച് കഴിഞ്ഞാൽ വേറെ കളറായിരിക്കും വരിക, ബ്ലൂ ആയിരിക്കും വരിക. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഇതെന്തിനു ഉപകാരപ്പെടുകയെന്ന് ചോദിച്ചാൽ നമുക്ക് വീഡിയോ അലങ്കരിക്കുന്ന ടൈമിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് കത്തിച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ഭംഗി ഉണ്ടാവും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ചെയ്യുക, ഷെയറും ചെയ്യുക, ചാനൽ എല്ലാവരും സബ്സ്ക്രൈബും കൂടി ചെയ്ത് വെക്കുക. ഇതുപോലുള്ള വീഡിയോസും അതുപോലെ തന്നെ നല്ല അടിപൊളി വീഡിയോസൊക്കെ കിട്ടാനായിട്ട് ബെല്ലൈക്കൺ ഓൺ ചെയ്ത് വെക്കുക. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ ആയിരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റും കൂടി ചെയ്യണം. പിന്നെ ഈ ഒരു ബോറിക് ആസിഡ് നിങ്ങൾക്ക് എല്ലാ മെഡിക്കൽ ഷോപ്പിലും നിങ്ങൾക്ക് ലഭിക്കും. 10, 15, 20 ഈ ഒരു വിലയായിരിക്കും അതിനുണ്ടാവും. മാക്സിമം പോയി കഴിഞ്ഞാൽ 20 രൂപയാണ് ഏറ്റവും ചെറിയ പാക്കറ്റിന് വരുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയി കാണുന്നവരെ ഗുഡ് ബൈ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല കേട്ടോ.